ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഗുരുവായൂരപ്പൻ്റെ തിരുവുത്സവത്തിൻ്റെ തയ്യാറെടുപ്പുകൾ അതിഗംഭീരമായി തന്നെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ഉത്സവത്തെക്കുറിച്ചൊക്കെ നമ്മളൊരു ചെറിയ വീഡിയോ ആയി ഇതിന് തൊട്ട് മുൻപേ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനു മുൻപായി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവത്തെക്കുറിച്ച് നാം ഒരു ചെറിയ ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രധാനമായും ഉത്സവങ്ങൾ 3 തരത്തിലാണുള്ളത്. മുളയിട്ട് കൊടി കയറുന്ന രീതിയും മുളയിടാതെ കൊടി കയറുന്ന രീതിയും അതുപോലെ തന്നെ മുളയിടയിലും കൊടി കയറ്റവുമില്ലാതെ ക്ഷേത്രങ്ങളിൽ ഉത്സവം ആഘോഷിക്കുന്ന രീതിയുമാണ് ഉള്ളത്. ഇതിൽ മുളയിട്ട് കൊടി കയറുന്ന അങ്കുരാതി എന്നുള്ളത് ഒരു രീതിയാണ്. അതുപോലെ തന്നെ മുളയിടാതെ കൊടി കയറുന്ന ധ്വജാതിയും മുളയിടലും കൊടികയറ്റവും ഇല്ലാതെ കൊട്ടിപ്പുറപ്പാടുമായി നടത്തുന്ന പടഹാതി എന്നത് മറ്റൊരു തരത്തിലുള്ള ഉത്സവ രീതിയാണ്. ഇതിൽ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമായ ഗുരുവായൂരിൽ അങ്കുരാതിയായാണ് ഉത്സവം നടത്തപ്പെടാറുള്ളത്. 10 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം നീണ്ടു നിൽക്കുന്നത്. ആനയോട്ടത്തോടെ ആരംഭിച്ച് ആറാട്ടോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് ഒരു വർഷത്തെ ഉത്സവം അവിടെ നടക്കുന്നത്. ഇനി ഈ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ചെറിയ രീതിയിലുള്ള സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും കാണുമ്പോഴും അറിയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഇത്രയും വലിയൊരു ആഘോഷമായി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഉത്സവമായി ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് എന്തുകൊണ്ടാണ് ഈ കഞ്ഞിയും പുഴുക്കും വഴിപാട് നൽകുന്നത്, വലിയൊരു സദ്യയൊക്കെ നൽകിക്കൂടെ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു ഉത്തരം ലഭിച്ചു. അപ്പോൾ അത് എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളിലും പല ഭക്തജനങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടാകാമായിരിക്കാവുന്ന ഒരു സംശയമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കും ഈ ഒരു അറിവ് പകർന്നു നൽകുകയാണ്. എനിക്കും പലരും പറഞ്ഞു തന്നിട്ടുള്ളതും അല്ലെങ്കിൽ പറഞ്ഞു കേട്ടതുമായിട്ടുള്ളൊരു അറിവാണ്. അപ്പോൾ ഗുരുവായൂരപ്പന് എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഉത്സവ സമയത്ത് കഞ്ഞിയും പുഴുക്കും വഴിപാട്, അതും പ്രത്യേകിച്ച് പാളയിലാണ് ഈ ഒരു പ്രസാദൂട്ട് നടത്തുന്നത്, എന്തുകൊണ്ടാണ് അത് എന്നുള്ളൊരു സംശയം പറഞ്ഞു വരികയാണെങ്കിൽ, എല്ലാ ദൈവങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഭഗവാനായിട്ടാണ് നമ്മുടെ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അല്ലെങ്കിൽ കള്ളക്കണ്ണനായ ഗുരുവായൂരപ്പൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പവനപുരിയിലും ആ വ്യത്യസ്തത നമുക്ക് പല കാര്യത്തിലും ദർശിക്കാൻ സാധിക്കുന്നതാണ്. അതിന് പ്രധാനമായും നമ്മൾ ഈ പറഞ്ഞ പ്രകാരമുള്ള ഉത്സവ സമയത്ത് അവിടെ നിന്നും പ്രസാദമായി കഞ്ഞിയും പുഴുക്കും ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിൽ പറയാനുള്ളത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവ സമയത്തൊക്കെ വലിയ സദ്യയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാറുള്ളത് അല്ലേ. അപ്പോൾ മാത്രമല്ല പാളയിൽ ഉണ്ടാക്കിയ പ്ലേറ്റിലാണ് ആ ദിവസങ്ങളിൽ നമുക്ക് ഭക്ഷണം അവിടെ നിന്ന് ലഭിക്കുന്നത്, പ്രസാദം ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഭഗവാൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി തരുന്നത്, നമ്മൾ സഞ്ചരിക്കേണ്ട പാത ഭഗവാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ്? താഴെ തട്ടിലുള്ള ആൾക്കാരെ അതായത് കഴിവുള്ളവരെന്നോ കഴിവില്ലാത്തവരെന്നോ ഭഗവാൻ അവിടെ ഒരു മാനദണ്ഡം നിശ്ചയിക്കുന്നില്ല. ഉള്ളവനും ഇല്ലാത്തവനും ഭഗവാന്റെ കണ്ണിൽ ഒരേപോലെയാണെന്നാണ് ഭഗവാൻ അവിടെ തീർത്തും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തരുന്നത്. ഭഗവാന് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ വഴിപാടുകൾ കൊടുത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഭഗവാനെ സുഖമായിട്ട് ഭഗവാനെ കണ്ടു തൊഴുന്നതിന് ഒരു നെയ്വിളക്ക് ഷീട്ടാക്കി ഒരു പാസ് മുഖേന ഭഗവാനെ നമ്മൾ കൺകുളിർക്കെ കാണുന്നതിലൊന്നല്ല കാര്യമുള്ളത്. ഭഗവാനെ നമ്മൾ ക്യൂവിൽ നിന്ന് കുറച്ച് അധികം കഷ്ടപ്പെട്ടുകൊണ്ട് ഭഗവാനെ തൊഴുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദം അത് വേറെ തന്നെയാണ്. നമ്മൾ VIP പാസിലൂടെയോ അല്ലെങ്കിൽ VIP പദവിയിലൂടെയോ ഭഗവാനെ ചെന്ന് കാണുന്നതിനേക്കാൾ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് നമ്മൾ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് നമ്മൾ ഭഗവാനെ വന്ന് തൊഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതി മറ്റെന്ത് കാര്യം ചെയ്താലും നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ താഴെ തട്ടിലുള്ള ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളുടെ ഭഗവാനാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അതുപോലെ തന്നെ പണ്ട് ഈ ഒരു ഉത്സവം
ക്കുന്നതിന് മുൻപായി ആനയോട്ടം വഴിപാടിനെയൊക്കെ ആനയോട്ടം എന്ന ചടങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ശീവേലി നടത്താൻ ഒരു ആന പോലും ഇല്ലാതിരുന്ന ഒരു അവസ്ഥ ഈ ഒരു ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അന്ന് ഈ ഒരു അങ്ങനത്തെ ഒരു അനുഭവം ഈ ഒരു ക്ഷേത്രത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഇതോടൊപ്പം നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അന്നത്തെ ആ ഇല്ലായ്മ മറക്കാതിരിക്കുവാനും അതുപോലെ തന്നെ ആ കടന്നു വന്ന വഴികൾ നമ്മളിപ്പോൾ ഈ ഒരു ക്ഷേത്രം ഇത്രയും വിശ്വപ്രസിദ്ധമായതിന് കടന്നു വന്ന പല വഴികളിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പലതരത്തിലും നമുക്ക് ഭഗവാനാണെങ്കിൽ പോലും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭക്തജനങ്ങൾക്കും തൻ്റെ ഭക്തന്മാർക്കും അനുഭവപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കൂടിയുള്ള ഈ ഒരു പ്രസാദൂട്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നിറസമൃദ്ധിയിലാണ് ഈ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത്. എല്ലാ തരത്തിലാണെങ്കിലും വളരെ അത്യുന്നതത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. എങ്കിലും പഴയ കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നും ആചാരങ്ങളൊക്കെ ഇവിടെ ഭക്ത്യാദരപൂർവ്വം ഭംഗിപൂർവ്വം നടത്തപ്പെടുന്നുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉത്സവകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉത്സവ ബലി എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവ ബലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ഉത്സവ ബലി നടക്കുന്ന സമയത്ത് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഭാഗ്യം ചെയ്ത ജന്മങ്ങൾക്കാണ് അത്ര ആ സുലഭമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പുണ്യമായിട്ടുള്ള ആ ഒരു ദർശനം അല്ലെങ്കിൽ ആ ഒരു പുണ്യം ലഭിക്കുക അത്രത്തോളം ഭാഗ്യം ചെയ്തവർക്ക് മാത്രമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഉത്സവ ബലി നടക്കുന്ന ഈ ഒരു സമയത്ത് 33 ദൈവഗണങ്ങളും ആ ഒരു ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുമെന്നൊക്കെയാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു സമയമാണ് അല്ലെങ്കിൽ വളരെ നല്ലൊരു ദർശന പുണ്യമാണ് ഈ ഉത്സവ ബലിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സ്വായത്തമാകുന്നത്. പിന്നെ വേറെ 1-2 സംശയങ്ങളുണ്ടായിരുന്നു. ഉത്സവ ദിവസങ്ങളിൽ അവിടെ ചോറൂണും വിവാഹവും തുലാഭാരം വഴിപാടൊക്കെ നടത്തപ്പെടാറുണ്ടോ, അതുപോലെ തന്നെ ഭഗവതി അമ്മയ്ക്ക് നടത്തുന്ന അഴൽ വഴിപാടൊക്കെ അവിടെ നടത്താറുണ്ടോ എന്നുള്ളത്. ഇത്തരം ദിവസങ്ങളിൽ സമയത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വഴിപാടുകളെല്ലാം തന്നെ ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ യഥാവിധി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഈ ഉത്സവ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ ചെല്ലുവാനും ഭഗവാന്റെ ദർശനം പ്രാപ്യമാകാനും എല്ലാ ഭക്തജനങ്ങൾക്കും അവസരമുണ്ടാവട്ടെ. ഇനി 2-3 ദിവസം ഭഗവാന്റെ ആറാട്ടാണ്. അപ്പോൾ ഇനി 1-2 ദിവസങ്ങൾ കൂടിയേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാനെ കാണുവാനും ഭഗവാന്റെ അനുഗ്രഹം നേടുവാനും സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.